മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഭാരതപ്പുഴ. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഭാരതപ്പുഴ. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല ഏത്? പാലക്കാട്. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല പാലക്കാട്. കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പരാമർശിക്കുന്നത്? രഘുവംശം. കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പരാമർശിക്കുന്നത്? രഘുവംശം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 2015 രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ഏത്? ജീവദായിനി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 2015 രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ഏത്? ജീവദായിനി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ചെമ്പകരാമൻ പിള്ള. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ചെമ്പകരാമൻ പിള്ള. ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ക്വിറ്റ് ഇന്ത്യ സമരം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആര്? മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആര്? മന്നത്ത് പത്മനാഭൻ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഏത്? പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. തവാങ് ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുണാചൽ പ്രദേശ്. തവാങ് ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുണാചൽ പ്രദേശ്. സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്? ദാദ്ര നഗർ ഹവേലി. സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്? ദാദ്ര നാഗർ ഹവേലി. സിന്ധു നദിയുടെ പോഷക നദിയല്ലാത്തത് ഏത്? യമുന. സിന്ധു നദിയുടെ പോഷക നദിയല്ലാത്തത് ഏത്? യമുന. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത്? ജർമ്മനി. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത്? ജർമ്മനി. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏത്? ആസ്ട്രോസ്റ്റാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏത്? ആസ്ട്രോസ്റ്റാറ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏവ? പഞ്ചാബ്, ബോംബെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏവ? പഞ്ചാബ്, ബോംബെ. മുഗൾ ചിത്രകലയുടെ സുവർണകാലം ആരുടേതാണ്? ജഹാംഗീർ. മുഗൾ ചിത്രകലയുടെ സുവർണകാലം ആരുടേതാണ്? ജഹാംഗീർ. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ സമരം പിൻവലിച്ചത്. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ സമരം പിൻവലിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? കുമരപ്പ കമ്മിറ്റി. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? കുമരപ്പ കമ്മിറ്റി. സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മലേഷ്യ. സാർക്ക് രാജ്യങ്ങളിൽ പെടാത്ത രാജ്യമാണ് മലേഷ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1993. പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 338. പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 338. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2006. ഗാർഹിക പീഡന നിയമം
പ്രാബല്യത്തിൽ വന്നത് എന്ന് 2006. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത്? 5-ാം പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത്? 5-ാം പദ്ധതി. ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏത്? മൽഹോത്ര കമ്മീഷൻ. ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ മൽഹോത്ര കമ്മിറ്റി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രതിവർഷം എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു? 100. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രതിവർഷം എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു? 100. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് ഏത്? വരുമാന നികുതി. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് ഏത്? വരുമാന നികുതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ്? കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ദ്രധനുഷ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ബാങ്കിങ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ദ്രധനുഷ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ബാങ്കിങ്. 2015 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് ആര്? സാനിയ മിർസ. 2015 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് സാനിയ മിർസ. നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? പൂനെ. നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പൂന. അന്തർദേശീയ മണ്ണ് വർഷമായി ആചരിച്ചത് എന്ന്? 2015. അന്തർദേശീയ മണ്ണ് വർഷമായി ആചരിച്ചത് എന്ന് 2015. 2015 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച നാഷണൽ ഡയലോഗ് ക്വാർട്ടർ എന്ന സംഘടന ഏത് രാജ്യത്തിലേതാണ്? ടുണീഷ്യ. 2015 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച നാഷണൽ ഡയലോഗ് ക്വാർട്ടർ എന്ന സംഘടന ഏത് രാജ്യത്തിലേതാണ്? ടുണീഷ്യ. മാഗ്നറ്റിക് ലെവിറ്റേഷൻ സംവിധാനത്തിലൂടെ അതിവേഗ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം നടത്തിയ രാജ്യം? ജപ്പാൻ. മാഗ്നറ്റിക് ലെവിറ്റേഷൻ സംവിധാനത്തിലൂടെ അതിവേഗ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം നടത്തിയ രാജ്യം? ജപ്പാൻ. ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഗോൾഫ്. ഈഗിൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദമാണ്? ഗോൾഫ്. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയാണ്? മ്യാൻമാർ. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയാണ്? മ്യാൻമാർ. ഭൂമിയുടെ ഇരട്ടഗ്രഹം എന്നറിയപ്പെടുന്നത്? ശുക്രൻ. ഭൂമിയുടെ ഇരട്ടഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ. പെട്രോളിയത്തിൻ്റെ ഖരരൂപമേത്? അസ്ഫാൾട്ട്. പെട്രോളിയത്തിൻ്റെ ഖരരൂപമേത്? അസ്ഫാൾട്ട്. അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. വവ്വാൽ ഇരപിടിക്കുന്നത് ഏത് തരം ശബ്ദം ഉപയോഗിച്ച്? അൾട്രാസോണിക്. വവ്വാൽ ഇരപിടിക്കുന്നത് ഏത് തരം ശബ്ദം ഉപയോഗിച്ച്? അൾട്രാസോണിക്. ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്രന്ഥി. ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. താഴെ പറയുന്ന രോഗങ്ങളിൽ വൈറസ് മൂലമല്ലാത്തത് ഏത്? ടെറ്റനസ്. താഴെ പറയുന്ന രോഗങ്ങളിൽ വൈറസ് മൂലമല്ലാത്ത രോഗമാണ് ടെറ്റനസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. ഹെവിയ ബ്രസീലിയൻസിസ് എന്നത് ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? റബ്ബർ. ഹെവിയ ബ്രസീലിയൻസിസ് എന്നത് ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? റബ്ബർ. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി? മത്സ്യം. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി? മത്സ്യം. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം ഏത്? കാൽസ്യം കാർബണേറ്റ്. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം ഏത്? കാൽസ്യം കാർബണേറ്റ്. താഴെ പറയുന്ന ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇന്ത്യ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? റഷ്യ. താഴെ പറയുന്ന ഏത് രാജ്യവുമായി സഹകരിച്ചാണ് ഇന്ത്യ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? റഷ്യ. മികച്ച ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി 2005 തിരഞ്ഞെടുത്തത്? കേരളം. മികച്ച ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി 2005 തിരഞ്ഞെടുത്തത്? കേരളം. നാഷണൽ ഗ്രീൻ
ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷം 2010. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷം 2010. പെൻഡാവാലന്റ് വാക്സിനുമായി ബന്ധമില്ലാത്ത രോഗം ക്ഷയം. പെൻഡാവാലന്റ് വാക്സിനേഷനുമായി ബന്ധമില്ലാത്ത രോഗം ക്ഷയം. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഹൈദരാബാദ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖ സ്ഥിതി ചെയ്യുന്ന നഗരം ഹൈദരാബാദ്. കേരളത്തിന് പിറകെ എൻഡോസൾഫാൻ നിരോധിച്ച സംസ്ഥാനം കർണാടക. കേരളത്തിന് പിറകെ എൻഡോസൾഫാൻ നിരോധിച്ച സംസ്ഥാനം കർണാടക. പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത്? എത്തിലീൻ. പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത്? എത്തിലീൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 1992. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഏത്? ഡിസംബർ 2. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഏത്? ഡിസംബർ 2.